നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതിയിൽ 7 മരണം. ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും ഉരുൾപൊട്ടൽ. 3 ജില്ലകളിൽ അടിയന്തര നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി. ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാകണം. മന്ത്രിമാർ ജില്ലകളിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി. കനത്ത മഴയിൽ ഗുരുവായൂർ ചാവക്കാട് മേഖലകളിൽ ശക്തമായ വെള്ളക്കെട്ട്. വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ലക്ഷങ്ങളുടെ നഷ്ടം. ഗുരുവായൂർ നഗരസഭയിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. മേഖലയിൽ പലയിടത്തും മരങ്ങൾ വീടുകൾക്ക് മുകളിലേക്ക് വീണും നാശനഷ്ടങ്ങൾ. CCTV സാങ്കേതിക മികവിന്റെ പുതിയ അധ്യായത്തിലേക്ക്. കേരളത്തിലെ ആദ്യ MPLS സബ് ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന നേട്ടം സ്വന്തമാക്കി. ഔദ്യോഗിക പ്രഖ്യാപനം തിങ്കളാഴ്ച രാവിലെ 11-ന് ചൂണ്ടൽ IMA ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ തിരുവോണ സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനവും 1.5 ലക്ഷം ബ്രോഡ്ബാൻഡ് വരിക്കാർ എന്ന അഭിമാന നേട്ടത്തിന്റെ പ്രഖ്യാപനവും നടക്കും. വിദ്യാർത്ഥിയെ ക്ലാസ് മുറിയിൽ വെച്ച് തല്ലിയ സംഭവത്തിൽ അധ്യാപകന് സസ്പെൻഷൻ. സ്കൂൾ അധികൃതരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറാണ് സസ്പെൻഡ് ചെയ്തത്. വരവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകൻ KS മണികണ്ഠനെതിരെയാണ് നടപടി. വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് മഴക്കെടുതിയിൽപ്പെട്ട് മരിച്ചവരുടെ എണ്ണം 7 ഇന്നു മാത്രം 3 കുട്ടികളാണ് വെള്ളക്കെട്ടിൽ വീണു മരിച്ചത്. മലപ്പുറം തിരുവാലി കണ്ടമംഗലത്ത് തോട്ടിലെ ഒഴുക്കിൽപ്പെട്ട് 2.5 വയസ്സുകാരൻ മരിച്ചു. നൊട്ടൻ വീട്ടിൽ അബ്ദുൾ മുനീർ തസ്ലീമ ഭാനു ദമ്പതികളുടെ മകൻ അബ്ദുൾ മുഹൈനാണ് മരിച്ചത്. കൊണ്ടോട്ടിയിൽ നീറാട് തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് നെടിയിരുപ്പ് സ്വദേശികളായ ഹബീദ് നദീറ ദമ്പതികളുടെ മകൻ 4 വയസ്സുകാരൻ ആദം ഐമൻ മരിച്ചു. കോട്ടയം വാകത്താനത്ത് വെള്ളക്കെട്ടിൽ വീണ് 11 വയസ്സുകാരനും മരിച്ചു. കാട്ടാമ്പാക്കിൽ ഷിജുവിന്റെ മകൻ മിലനാണ് വീടിന് സമീപം വാട്ടർ ടാങ്കിനു വേണ്ടി എടുത്ത കുഴിയിലെ വെള്ളക്കെട്ടിൽ വീണു മരിച്ചത്. കോട്ടയം പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ പയ്യാനിത്തോട്ടത്തുണ്ടായ അതിശക്തമായ ഉരുൾപൊട്ടലിൽ അമ്മയും മകനും ജീവൻ നഷ്ടമായി. പുലർച്ചെ 2:00-ഓടെയുണ്ടായ ഉരുൾപൊട്ടലിൽ മണപ്പാട്ട് ജോണിയുടെ ഭാര്യ റെജീന, മകൻ ജോസഫിനുമാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. ഇടുക്കി അടൂർ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ കാണാതായ സുമതിയുടെ മൃതദേഹം മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ കണ്ടെത്തി. വാഗമൺ കോലാഹലമേട്ടിലും മണ്ണിടിച്ചിലിൽ ഒരാൾ മരിച്ചു. കോലാഹലമേട് സ്വദേശി ലീലാമണിയുടെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് ഇവരുടെ ബന്ധു വൈക്കം സ്വദേശി പ്രഭാകരൻ നായരാണ് മരിച്ചത്. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ അതത് ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ നേരിട്ടെത്തി ക്യാമ്പ് ചെയ്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കനത്ത മഴയിൽ ഗുരുവായൂർ മേഖലയിൽ ശക്തമായ വെള്ളക്കെട്ട്. 100ഓളം കടകളിലും നിരവധി വീടുകളിലും വെള്ളം കയറി. ലക്ഷങ്ങളുടെ നഷ്ടം. നഗരസഭയിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. രാവിലെ 10 മണിയോടെയാണ് മേഖലയിൽ മഴ ശക്തമായത്. തൈക്കാട് തെരുവിൽ 50ഓളം കടകളിലാണ് വെള്ളം കയറിയത്. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒലിച്ചുപോയി. മമ്മിയൂർ കൈരളി ജംഗ്ഷൻ, പഞ്ചാരമുക്ക്, താമരയൂർ, ആനത്താവളം റോഡ് എന്നിവിടങ്ങളിലെ കടകളിലും വെള്ളം കയറി. കാരക്കാട് വെള്ളം പൊങ്ങിയതിനെ തുടർന്ന് വീടിനുള്ളിൽ കുടുങ്ങിയവരെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. കൈരളി ജംഗ്ഷനിലെ ഫയർഫോഴ്സ് ഓഫീസിലും വെള്ളം കയറി. തൈക്കാട് തെരുവിൽ ശക്തമായ വെള്ളക്കെട്ടിനെ തുടർന്ന് തൃശൂർ ഗുരുവായൂർ പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മമ്മിയൂർ ക്ഷേത്രത്തിന് മുന്നിലൂടെയുള്ള റോഡ്, മമ്മിയൂർ കാട്ടുപാടം റോഡ്, മാവിൻചുവട് കോട്ടപ്പടി റോഡ് എന്നിവിടങ്ങളിലും വെള്ളം ഉയർന്നതിനെ തുടർന്ന് ഗതാഗതം നിരോധിച്ചു. കാറുകളും ഇരുചക്ര വാഹനങ്ങളും വെള്ളം കയറി കേടായി. നിരവധി മതിലുകൾ നിലംപൊത്തി. മരക്കൊമ്പുകൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. ശക്തമായ മഴയിൽ ചാവക്കാട് നഗരവും പരിസര പ്രദേശങ്ങളും വെള്ളക്കെട്ടിലായി. വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ശനിയാഴ്ച രാവിലെ മുതൽ തുടരുന്ന കനത്ത മഴയിൽ ചാവക്കാട് നഗരവും പരിസര പ്രദേശങ്ങളും പൂർണ്ണമായും വെള്ളക്കെട്ടിലായി. ഗതാഗതവും ജനജീവിതവും തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി വൻ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പഞ്ചാരമുക്ക് ഏനാമാവ് റോഡ്, ഗുരുവായൂർ കുന്നംകുളം റോഡ്, ദേശീയപാത സർവീസ് റോഡ് പലയിടങ്ങളിലും പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. ഇതോടെ പ്രദേശത്തുകൂടെയുള്ള വാഹന ഗതാഗതം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ചാവക്കാട് നഗരത്തെ കൂടാതെ തിരുവത്ര, കുഞ്ചേരി, എടക്കഴിയൂർ, പുന്ന, തെക്കഞ്ചേരി, കറുകമാട്, തെക്കൻ പാലയൂർ എന്നീ പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. പ്രദേശത്തുണ്ടായ അടിയന്തര സാഹചര്യം നേരിടാൻ താലൂക്ക് ഭരണകൂടം സജ്ജമായിട്ടുണ്ടെന്ന് തഹസിൽദാർ K. ബാബു അറിയിച്ചു.
മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ചാവക്കാട് താലൂക്കിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗുരുവായൂർ നെന്മിനിയിൽ 2 കാറുകൾ നിയന്ത്രണം വിട്ട് ഒഴുകിപ്പോയി. ഒരു കാർ ഫയർഫോഴ്സ് എത്തി കരയ്ക്ക് കയറ്റി. ചൊവ്വല്ലൂർപ്പടിയിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് കുറുക്കുവഴി തേടിയ 2 കാറുകളാണ് വെള്ളത്തിൽ ഒലിച്ചുപോയത്. നെന്മിനി പോസ്റ്റ് ഓഫീസിന് സമീപത്തുള്ള റോഡിലൂടെ വരുന്നതിനിടെ വലിയ തോട്ടിലേക്ക് ഒഴുകുകയായിരുന്നു. ഒരു കാറിൽ തൈക്കാട് സ്വദേശിയും കുടുംബവുമാണ് ഉണ്ടായിരുന്നത്. കാർ നിയന്ത്രണം വിട്ട് ഒഴുകാൻ തുടങ്ങിയതോടെ കുട്ടികൾ അടക്കമുള്ളവർ ഇറങ്ങി രക്ഷപ്പെട്ടു. ഈ കാർ പിന്നീട് ഫയർഫോഴ്സ് എത്തി കെട്ടിവലിച്ച് കരക്കെത്തിക്കുകയായിരുന്നു. ചാവക്കാട് സ്വദേശിയുടെ കാറാണ് കാണാതായത്. ഫയർഫോഴ്സ് ഏറെ നേരം തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പോസ്റ്റ് ഓഫീസ് വഴി വന്ന കാറിലാണ് ഒരു ഭാര്യയും ഭർത്താവും 2 കുട്ടികളും അടങ്ങിയതായിരുന്നു. ഒരു വണ്ടിയിൽ ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ നേരെ താഴെ തോട്ടിലേക്ക് തന്നെ വണ്ടി പോയിട്ടുണ്ട്, താഴെ നിന്ന് പോയിട്ടുണ്ട്. അയാളും രക്ഷപ്പെട്ടിട്ടുണ്ട്. കുറച്ച് നാട്ടുകാരൊക്കെ ചേർന്ന് ഒരു കാറിനെ ഫയർഫോഴ്സിൻ്റെ സഹായത്തോടെ കയറിട്ട് കെട്ടി ബന്ദോബസ്താക്കിയിട്ടുണ്ട്. മറ്റേ കാറ് തോടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കിടക്കുന്നത്. ഗുരുവായൂർ തൊഴിയൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് വീണ് വീട് ഭാഗികമായി തകർന്നു. തൊഴിയൂർ ആയിരംകണ്ണി ഉന്നതിയിൽ ചട്ടിക്കൽ ഷിബുവിന്റെ ഓടിട്ട വീടാണ് തകർന്നത്. പുലർച്ചെ 5:30യോടെയാണ് സംഭവം. അയൽവാസി തൂമാട്ട് അമ്മിണിയുടെ വീട്ടുപറമ്പിലെ തെങ്ങാണ് കാറ്റിൽ മുറിഞ്ഞ് ഷിബുവിന്റെ വീടിന് മുകളിലേക്ക് വീണത്. അപകടത്തിൽ അമ്മിണിയുടെ സ്ലാബ് മതിലും തകർന്നു. തെങ്ങ് വീണ് തകർന്ന ഓടുകളും തേങ്ങകളും വീടിനുള്ളിലേക്ക് പതിച്ചു. ശബ്ദം കേട്ട് വീട്ടുകാർ ഉറക്കമുണർന്ന് പുറത്തേക്ക് ഓടിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി. വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നിട്ടുണ്ട്. തെങ്ങ് വൈദ്യുതി ലൈനിലേക്ക് പതിച്ചതിനെ തുടർന്ന് 2 വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണു. ഇതോടെ പ്രദേശത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. പഴഞ്ഞിയിൽ മരം വീണ് വീട് തകർന്നു. CCTVയുടെ പഴഞ്ഞി മൗര്യ കേബിൾ വിഷൻ ജീവനക്കാരൻ കാട്ടകാമ്പാൽ പഞ്ചായത്ത് ഓഫീസിന് സമീപം താമസിക്കുന്ന കരിപ്പാലം പറമ്പിൽ വീട്ടിൽ KK മണികണ്ഠന്റെ വീടിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. ഇന്ന് പുലർച്ചെ 5:30യോടെയാണ് സംഭവം. ശക്തമായ കാറ്റിലും മഴയിലും വീടിന് പിൻവശം നിന്നിരുന്ന വലിയ മരം കടപുഴകി വീഴുകയായിരുന്നു. വീടിന്റെ ചുവരുകളും ഓടുകളും മറ്റും തകർന്നു. വീടിനുള്ളിലെ ഗൃഹോപകരണങ്ങൾക്കും നാശം സംഭവിച്ചു. വീടിനകത്ത് മണികണ്ഠന്റെ കുടുംബം ഉണ്ടായിരുന്നു എങ്കിലും ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഉച്ചയോടെ മരം മുറിച്ചു മാറ്റി. വിവരമറിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ, വാർഡ് മെമ്പർ CT ഷാജി, വില്ലേജ് ഓഫീസർ ലൈജു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ആവശ്യമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. എളവള്ളി പഞ്ചായത്തിലെ മമ്മായി മേഖലയിൽ വീടുകളിൽ വെള്ളം കയറി. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്നാണ് മേഖലയിലെ വീടുകളിൽ വെള്ളം കയറിയത്. എളവള്ളി പഞ്ചായത്തിലെ 10ാം വാർഡിൽ ഉൾപ്പെടുന്ന അച്യുതൻ മേനോൻ റോഡ്, എളവള്ളി ക്രിസ്ത്യൻ പള്ളി പരിസരം, സെമിത്തേരി റോഡ്, മമ്മായി മില്ല് പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വീടുകളിൽ വെള്ളം കയറിയിട്ടുള്ളത്. മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വീടുകളിൽ താമസിക്കുന്നവർ വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യത്തിൽ രോഗികൾ ഉൾപ്പെടെയുള്ളവരുമായി ബന്ധുവീടുകളിലേക്ക് മാറി. 2018ലും 2019ലും ഉണ്ടായ പ്രളയത്തിൽ പോലും വെള്ളം കയറാത്ത പ്രദേശമാണ് അച്യുതമേനോൻ റോഡും സമീപ പ്രദേശങ്ങളും. എന്നാൽ മണിക്കൂറുകൾ മാത്രം പെയ്ത മഴയിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. കാന നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എളവള്ളി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. വെള്ളം കയറി, ഉമ്മറത്തേക്ക് കയറി, ബാക്കിൽ പിന്നെ ഫ്രണ്ട് ചവിട്ടൽപ്പടി മുങ്ങിയിട്ടുണ്ട്. ആനണിച്ചിട്ട് ശരിക്കും വെള്ളം പോകണില്ല. ടോളുകൾ കുറേ അറിഞ്ഞു കിടക്കുന്നുണ്ട്. വയ്യാത്ത ആൾക്കാരുള്ള വീടാണ്, ഡയാലിസിസ് ചെയ്യുന്ന ആളാണ് ഉള്ളത്. അതൊക്കെ ബുദ്ധിമുട്ടുകൾ. വലിയ പ്രളയത്തിൽ പോലും ഞങ്ങൾക്ക് വെള്ളം കയറി. ശക്തമായ മഴയിൽ ഗുരുവായൂർ ചാവക്കാട് റോഡിൽ വെള്ളക്കെട്ട്. ആക്സിസ് ബാങ്കിന്റെയും ICICI ബാങ്കിന്റെയും മുന്നിലുള്ള റോഡാണ് വെള്ളത്തിലായത്. ഇതോടെ വാഹനയാത്രികരും കാൽനട യാത്രക്കാരും ബുദ്ധിമുട്ടിലായി. കനത്ത മഴയെ തുടർന്ന് ചങ്ങരംകുളം ടൗൺ സെന്ററിൽ മതിൽ തകർന്നു വീണു. വൻ ദുരന്തം ഒഴിവായി. തൃശൂർ റോഡിൽ കുന്നംകുളം ബസ് സ്റ്റോപ്പിന് സമീപം KVM അടയ്ക്ക കമ്പനിയുടെ കൂറ്റൻ മതിലാണ് രാവിലെ 11 മണിയോടെ ഇടിഞ്ഞു വീണത്. മതിൽ തകർന്നു വീണതോടെ സമീപത്തെ ഒരു കടയുടെ മുൻഭാഗത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും നിർത്തിയിട്ടിരുന്ന ഇന്നോവ കാറിന്റെ മുൻ ഗ്ലാസ് തകരുകയും ചെയ്തു. അപകട സമയത്ത് ബസ് സ്റ്റോപ്പിലോ സമീപ പ്രദേശത്തോ യാത്രക്കാർ ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി.
കനത്ത മഴയിൽ പഴക്കമേറിയ കെട്ടിടങ്ങളും മതിലുകളും അപകട ഭീഷണി ആയതിനാൽ അടിയന്തര പരിശോധന നടത്തി ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാട്ടകമ്പാൽ ചെറിയൻകാട് വെളിയത്ത് റോഡിൽ തെങ്ങ് കടപുഴകി ഇലക്ട്രിക് കമ്പിയിൽ വീണ് പോസ്റ്റ് തകർന്നു. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. വാർഡ് മെമ്പർ TS മണികണ്ഠന്റെ നേതൃത്വത്തിൽ KSEB തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി തെങ്ങ് മുറിച്ചുമാറ്റി. വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നു. മറ്റു വാർത്തകളിലേക്ക്. കേരളത്തിലെ ആദ്യ MPLS സബ് ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന നേട്ടം സ്വന്തമാക്കി കുന്നംകുളം CCTV MPLS സേവന പ്രഖ്യാപനവും തിരുവോണ സമ്മാനോത്സവം 2026 ഉദ്ഘാടനവും തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിശ്വാസത്തിന്റെ കരുത്തും സേവന മികവിന്റെ പാരമ്പര്യവും കൈമുതലാക്കി കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലേറെയായി കേരളത്തിന്റെ ആശയവിനിമയ രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായി മുന്നേറുന്ന CCTV മറ്റൊരു ചരിത്ര നേട്ടത്തിനു കൂടി തുടക്കം കുറിക്കുകയാണ്. അതിവേഗവും വിശ്വസനീയവുമായ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് കരുത്തേകുന്ന MPLS സാങ്കേതികവിദ്യ സ്വായത്തമാക്കിയ കേരളത്തിലെ ആദ്യ സബ് ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന അഭിമാന നേട്ടത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം 2026 ആഗസ്റ്റ് 3 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ചൂണ്ടൽ IMA ഹാളിൽ നടക്കും. നമ്മുടെ ഒരു വലിയ സ്വപ്നത്തിൻ്റെ അല്ലെങ്കിൽ CCTVയുടെ ടെക്നിക്കലായിട്ടുള്ള വലിയൊരു അപ്ഗ്രേഡേഷൻ്റെ ഭാഗമായിട്ടുള്ള ബ്രോഡ്ബാൻഡാണെന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോഗത്തിലുള്ള ഏറ്റവും കൂടുതൽ സാധനം ബ്രോഡ്ബാൻഡാണ്. അതിൽ ഉണ്ടായാൽ പിന്നെ വേറെ ഒന്നുമില്ല എന്നുള്ള പോലെയാണ്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഒരു കാൽവെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മറ്റേ അധികവും മൾട്ടിനാഷണൽ കമ്പനികൾ അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികൾ മാത്രം ചെയ്യുന്ന ടെക്നോളജി അപ്ഗ്രേഡേഷനിൽ പെട്ട ഒരു അപ്ഗ്രേഡേഷനാണ്. നല്ല ചിലവുള്ള ഒരു അപ്ഗ്രേഡേഷനാണ് ഇപ്പോൾ CCTV ചെയ്തിട്ടുള്ളത്. അത് സംസ്ഥാനത്ത് തന്നെ സബ് ഡിസ്ട്രിബ്യൂട്ടർ ലെവലിൽ ആദ്യത്തെ സബ് ഡിസ്ട്രിബ്യൂട്ടറാണ് ഈ ടെക്നോളജി നടപ്പിലാക്കിയത്. ആദ്യത്തെ സബ് ഡിസ്ട്രിബ്യൂട്ടറാണ്. ഈ ചരിത്രപ്രധാനമായ ചടങ്ങിൽ CCTV MPLS സേവന പ്രഖ്യാപനം, തിരുവോണ സമ്മാനോത്സവം 2026 ഉദ്ഘാടനം, 1,00,000-ലധികം ബ്രോഡ്ബാൻഡ് വരിക്കാർ എന്ന അഭിമാന നേട്ടത്തിന്റെ പ്രഖ്യാപനം എന്നിവയും നടക്കും. CCTV മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ KCCL MD അനിൽ മംഗലത്ത് MPLS പ്രഖ്യാപനം നടത്തും. തിരുവോണ സമ്മാന പദ്ധതി ഉദ്ഘാടനം കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷും 1,00,000 ബ്രോഡ്ബാൻഡ് വരിക്കാർ എന്ന നേട്ടത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം തൃശൂർ കേരളവിഷൻ MD T ജയപ്രകാശും നിർവഹിക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, അനുബന്ധ സ്ഥാപനങ്ങൾ, വിവിധ ബ്രോഡ്ബാൻഡ് സേവന ദാതാക്കൾ തുടങ്ങിയവരുടെ പ്രതിനിധികൾ ചടങ്ങിൽ സംസാരിക്കും. CCTV ഡയറക്ടർ NV അബ്ദുസമദ് സ്വാഗതവും ചെയർമാൻ KR അനന്തരാമൻ നന്ദിയും പറയും. ചടങ്ങ് ചാനലിലൂടെയും യൂട്യൂബിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ, ചെയർമാൻ KR അനന്തരാമൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KM എഡ്വിൻ, KC ജോസ്, ജനറൽ മാനേജർ PD സേവിയർ എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥിയെ ക്ലാസ് മുറിയിൽ വെച്ച് തല്ലിയ സംഭവത്തിൽ അധ്യാപകന് സസ്പെൻഷൻ. സ്കൂൾ അധികൃതരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറാണ് സസ്പെൻഡ് ചെയ്തത്. വരവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകൻ KS മണികണ്ഠനെയാണ് സസ്പെൻഡ് ചെയ്തത്. കാഴ്ച പരിമിതിയുള്ള മണികണ്ഠൻ 18 വർഷമായി ഗവൺമെന്റ് ഹൈസ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകനാണ്. ക്ലാസ്സിൽ വെച്ച് പ്രകോപനപരമായി പെരുമാറിയെന്നതിന്റെ പേരിൽ കഴിഞ്ഞ 16-നാണ് വിദ്യാർത്ഥിയെ പലതവണ ചൂരൽ കൊണ്ടടിച്ചത്. വിദ്യാർത്ഥികളിൽ ഒരാൾ ഇത് മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചതോടെ സംഭവം വൻ പ്രതിഷേധത്തിനിടയാക്കുകയും വിദ്യാർത്ഥിയുടെ പിതാവ് പോലീസിലും ബാലാവകാശ കമ്മീഷനിലും പരാതി നൽകുകയും സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിടുകയുമായിരുന്നു. പ്രസിദ്ധമായ നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ഔഷധ സേവയും ആനയൂട്ടും നടന്നു. മഹാധന്വന്തരി ഹോമം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നിവയ്ക്ക് ശേഷം ഔഷധ വിതരണം നടന്നു. ക്ഷേത്ര സഹമന്ത്രി സുരേഷ് ഗോപി, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ എന്നിവർക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി ഔഷധം നൽകിക്കൊണ്ട് ഔഷധ സേവയ്ക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് നടന്ന ആനയൂട്ടിൽ 18 ഗജവീരന്മാർ പങ്കെടുത്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ ആദ്യ ഉരുള ശിവകുമാറിന് നൽകിക്കൊണ്ട് തുടക്കം കുറിച്ചു. ദേവസ്വം ബോർഡ് മെമ്പർമാരായ അഡ്വക്കേറ്റ് KP അജയൻ, KK സുരേഷ് ബാബു, സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽകുമാർ, തിരുവില്ലോമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ KN ദീപേഷ്, ദേവസ്വം ഓഫീസർ G ശ്രീരാജ്, തിരുവില്ലോമല ഗ്രൂപ്പ് ദേവസ്വം റവന്യൂ ഇൻസ്പെക്ടർ രജനി, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു ചന്ദ്രൻ, സെക്രട്ടറി ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു.
നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ദർശനം നടത്തി. ഇന്ന് രാവിലെ 7:45 ക്ഷേത്രത്തിലെത്തിയ കേന്ദ്ര സഹമന്ത്രിയെ ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് സ്വീകരിച്ചു. ദർശനത്തിന് ശേഷം ക്ഷേത്രത്തിനകത്ത് അരമണിക്കൂർ നാമജപവും പ്രധാന വഴിപാടുകളും നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ, എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ, വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത്, ഇ ചന്ദ്രൻ, വിഷ്ണു അമ്പാടി, അഭിലാഷ് കടങ്ങോട് എന്നിവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. തെരുവ് നായ്ക്കളുടെ കടിയേൽക്കുന്നവർക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ നഷ്ടപരിഹാരം നൽകണമെന്ന് ഹൈക്കോടതി. തെരുവുനായയുടെ കടിയേറ്റവരോട് കൈ മലർത്തരുതെന്നും കോടതി. തെരുവുനായ ശല്യത്തിനെതിരെ പരാതി കിട്ടിയില്ലെന്ന കാരണത്താൽ ഉത്തരവാദിത്വം ഒഴിവാകില്ല. ഫണ്ടില്ല എന്നത് ന്യായീകരണമല്ലെന്നും കോടതി വ്യക്തമാക്കി. തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റയാൾക്ക് 10,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് തളിപ്പറമ്പ് മുൻസിഫ് കോടതിയും പയ്യന്നൂർ സബ് കോടതിയും വിധിച്ചതിനെതിരെ കണ്ണൂർ എരുവേശി പഞ്ചായത്ത് നൽകിയ അപ്പീൽ തള്ളിയാണ് ജസ്റ്റിസ് സതീഷ് നൈനാൻ, ജസ്റ്റിസ് പി കൃഷ്ണകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് സുപ്രധാന വിധി പ്രസ്താവിച്ചത്. നായശല്യത്തിൽ ഫലപ്രദമായ നടപടി സ്വീകരിച്ചെന്ന് ബോധ്യപ്പെടുത്താൻ പഞ്ചായത്തിനായില്ല. തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുക തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഇതിൽ വീഴ്ച വന്നാൽ മറുപടി പറയണം. പൊതുനിരത്തുകൾ സുരക്ഷിതമായി ഉപയോഗിക്കാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ടെന്നും കോടതി ഓർമ്മിപ്പിച്ചു. അകലാട് കാറും സൈക്കിളും തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. സൈക്കിൾ യാത്രികന് പരിക്ക്. മന്ദലാകുന്ന് താമസിക്കുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശി 34 വയസ്സുള്ള പിന്റുവിനാണ് പരിക്കുപറ്റിയത്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിലെ അകലാട് മൊയ്തീൻ പള്ളിക്ക് സമീപമായിരുന്നു അപകടം. പരിക്കുപറ്റിയ സൈക്കിൾ യാത്രികനെ മുന്നേനി VK ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം 129 ബൂത്ത് പ്രസിഡന്റായിരുന്ന പുന്ന നൌഷാദിന്റെ 7ാം രക്തസാക്ഷിത്വ വാർഷിക ദിനം ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ CA ഗോപപ്രതാപൻ, MV ഹൈദരാലി, KD വീരമണി, KP ഉമ്മർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നിഖിൽ G കൃഷ്ണൻ, UDF നിയോജക മണ്ഡലം കൺവീനർ KV ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. മണത്തല മുല്ലത്തറ സെന്ററിൽ നിന്നാരംഭിച്ച അനുസ്മരണ റാലിക്ക് മണ്ഡലം പ്രസിഡന്റുമാരായ ഉണ്ണികൃഷ്ണൻ കാര്യാട്ട്, KJ ചാക്കോ, K നവാസ്, CS സൂരജ്, ഇർഷാദ് ചേറ്റുവ, നൌഷാദ് തെക്കുംപുറം, ബ്ലോക്ക് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചരിത്രപ്രസിദ്ധമായ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ 15 നോമ്പിനും വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിനും തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ ദിവസവും കുർബാനയും സന്ധ്യാനമസ്കാരം, വചന ശുശ്രൂഷ എന്നിവയും നടക്കും. 1-ാം ദിവസമായ ശനിയാഴ്ച രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ അപ്രേം റംബാൻ ചെങ്ങന്നൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ ഗീവർഗീസ് ജോൺസൺ, സഹവികാരി ഫാദർ എൽദോ സജു, ഫാദർ അജിൻ ജോർജ് എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. കടങ്ങോട് ശ്രീ കരുതക്കോട്ട് മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ആനയൂട്ട് ഭക്തിസാന്ദ്രമായി. ഗണപതി ഹോമം, പ്രത്യക്ഷ ഗജപൂജ എന്നിവയും നടന്നു. ഈക്കാട്ടുമന നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി അനന്തനാരായണൻ കാർമ്മികനായി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് PT സുരേന്ദ്രൻ, സെക്രട്ടറി M സുരേഷ്, ട്രഷറർ PB പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ആത്മ പദ്ധതിയുടെ ഭാഗമായി 2 ദിവസങ്ങളിലായി കുന്നംകുളത്ത് നടന്ന കിസാൻ ഗോസ്തി 2026 സമാപിച്ചു. ജൂലൈ 30-31 തീയതികളിലായി കുന്നംകുളം രാജീവ് ഗാന്ധി മെമ്മോറിയൽ മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് 2 ദിവസത്തെ കാർഷിക മേള നടന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന സമാപന സമ്മേളനം മണലൂർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ MV പ്രശാന്തൻ മാസ്റ്റർ എന്നിവർ മുഖ്യാതിഥിയായി. ആത്മ കർഷക ഉപദേശക സമിതി ചെയർമാൻ M ബാലാജി ചടങ്ങിൽ മികച്ച കർഷകർക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സിനി പ്രസാദ്, ബിന്ദു ധർമ്മൻ, കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, വിവിധ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ എന്നിവർ സംസാരിച്ചു. യോഗത്തിന് കൃഷിഭവൻ ഓഫീസർ സ്വേഗ ആന്റണി സ്വാഗതവും ഡോക്ടർ ജസ്ന മരിയ നന്ദിയും പറഞ്ഞു. മേളയുടെ ഭാഗമായി കാർഷിക പ്രദർശനം, ഭക്ഷ്യമേള, സൗജന്യ മണ്ണു പരിശോധനാ ക്യാമ്പ്, കാർഷിക ക്ലിനിക്, കർഷകരും ശാസ്ത്രജ്ഞരും തമ്മിലുള്ള സംവാദം എന്നിവയും നടന്നു. നെൽകൃഷിയിലെ സംയോജിത കീടരോഗ നിയന്ത്രണം, വളപ്രയോഗവും കളനിയന്ത്രണവും,
മുണ്ടകൻ നെൽപ്പാടങ്ങളിലെ പയർവർഗ കൃഷിരീതികൾ, ആധുനിക സാങ്കേതികവിദ്യയിലൂടെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ കാർഷിക വിദഗ്ധർ നയിച്ച വിവിധ സെമിനാറുകളും സംഘടിപ്പിച്ചിരുന്നു. സമാപന ദിവസമായ വെള്ളിയാഴ്ച കലാവിരുന്നോടെയാണ് 2 ദിവസത്തെ കിസാൻ ഗോസ്തിക്ക് സമാപനമായത്. പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഹോക്കി ടീം അംഗമായ രോഹിത് പഞ്ചായത്ത് പ്രസിഡന്റിനോട് നടത്തിയ അഭ്യർത്ഥനയെ തുടർന്ന് സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാനൊരുങ്ങുന്ന 16-അംഗ സ്കൂൾ ഹോക്കി ടീമിന് പുതിയ ജേഴ്സി ലഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കറിന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് പുതിയ ജേഴ്സി അനുവദിച്ചത്. കൊല്ലത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പുതിയ ജേഴ്സി അണിഞ്ഞ് പങ്കെടുക്കും. സ്കൂൾ പ്രധാനാധ്യാപിക മേഴ്സി വിളിച്ചു ചേർത്ത പ്രത്യേക സ്കൂൾ അസംബ്ലിയിൽ കെ ജയശങ്കർ കുട്ടികൾക്ക് ജേഴ്സി കൈമാറി. PTA പ്രസിഡന്റ് PM അലി അധ്യക്ഷത വഹിച്ചു. ടെക്നോസിക് ചെയർമാൻ VM പ്രമോഷ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ്, സ്ഥിരം സമിതി അധ്യക്ഷരായ MP രാജൻ, KM റസാഖ്, പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ കൃഷ്ണമൂർത്തി, കായികാധ്യാപകൻ സുജേഷ് എന്നിവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച UDF സർക്കാരിന്റെ നടപടിക്കെതിരെ LDF നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മാർച്ചും ധർണയും നടത്തി. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം നഗരസഭയിലേക്ക് നടത്തിയ മാർച്ചും ധർണയും CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PM സുരേഷ്, PG ജയപ്രകാശ്, KB ഷിബു, NCP നിയോജക മണ്ഡലം സെക്രട്ടറി EA ദിനമണി, നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ എന്നിവർ സംസാരിച്ചു. LDF കാട്ടകമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. CPI ജില്ലാ കമ്മിറ്റി അംഗം KT ഷാജൻ ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ അഭിവാദ്യം ചെയ്തു. PK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. LDF കൺവീനർ TC ചെറിയാൻ സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം NK ഹരിദാസൻ നന്ദിയും പറഞ്ഞു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ VK ബാബുരാജ്, AA മണികണ്ഠൻ, NCP നേതാവ് PC സണ്ണി എന്നിവർ നേതൃത്വം നൽകി. എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് LDF പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ മാർച്ച് CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. CPI എളവള്ളി ലോക്കൽ സെക്രട്ടറി CK രമേശ് അധ്യക്ഷനായി. LDF നേതാക്കളായ PG സുബിദാസ്, ആഷിഖ് വലിയകത്ത്, TC മോഹനൻ, PL ഡൊമിനി, PA ഷൈൻ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികളും LDF പ്രവർത്തകരും സമരത്തിൽ പങ്കാളികളായി. കടവലൂർ പഞ്ചായത്തിലേക്ക് നടത്തിയ മാർച്ചും ധർണയും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചുണ്ടലാത്ത് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MN മുരളീധരൻ, പത്മം വേണുഗോപാൽ, പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, KE സുധീർ, KC അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. മരണാനന്തരമുള്ള നേത്രദാനത്തെയും ശരീരദാനത്തെയും പ്രോത്സാഹിപ്പിക്കാനായി കുന്നംകുളത്ത് വെളിച്ചം നേത്രദാന ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു. സംഘടനയുടെ ലോഗോ പ്രകാശനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് മനോജ് കളത്തിൽ, വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് ഇലവന്ത്ര, സെക്രട്ടറി റെജി മാസ്റ്റർ, ജോയിന്റ് സെക്രട്ടറി സുബ്രഹ്മണ്യൻ, ട്രഷറർ ആൻഡ് പ്രോഗ്രാം കോർഡിനേറ്റർ പ്രസാദ് പുലിക്കോടൻ, എക്സിക്യൂട്ടീവ് മെമ്പർ സുരേഷ് എന്നിവർ സംബന്ധിച്ചു. എരുമപ്പെട്ടി കരിയന്നൂരിൽ വീട്ടുമുറ്റത്തു നിന്നും മലമ്പാമ്പിനെ പിടികൂടി. ഇന്നലെ രാത്രി 10 മണിയോടെ കാലിവളപ്പിൽ ആമനയുടെ വീട്ടുമുറ്റത്താണ് മലമ്പാമ്പിനെ കണ്ടെത്തിയത്. 8 അടിയോളം വലിപ്പമുള്ള മലമ്പാമ്പ് ഇരവിഴുങ്ങി കിടക്കുകയായിരുന്നു. നാട്ടുകാരനായ സുബൈർ എരുമപ്പെട്ടിയും സ്നേക് ക്യാച്ചർ അഷ്റഫ് പഴവൂരും ചേർന്ന് മലമ്പാമ്പിനെ പിടികൂടി പിന്നീട് വനത്തിൽ വിട്ടയച്ചു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ കലോത്സവത്തിന് തുടക്കമായി. സ്കൂൾ മാനേജർ ഫാദർ സക്രിയ OSC അധ്യക്ഷനായ യോഗത്തിൽ പ്രശസ്ത സിനി ആർട്ടിസ്റ്റും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ അനില C തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾ പഠനത്തോടൊപ്പം കലാപരമായ കഴിവുകളും നേടിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സ്കൂൾ പ്രിൻസിപ്പാൾ M രാമദാസ് സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ജിനിഷ ജോൺ, സ്കൂൾ ലീഡർ അക്യൂന ലിയാഷ കൊള്ളന്നൂർ, അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ PV അലൻകൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. 6 വേദികളിലായി 2 ദിവസങ്ങളിലായാണ് മത്സരങ്ങൾ നടത്തുന്നത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 13,255 രൂപ, പവന് 1,06,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 235 രൂപ. ചരമം കേച്ചേരി പട്ടിക്കര കൊള്ളന്നൂർ ഔസേപ്പ് നിര്യാതനായി 89 വയസ്സായിരുന്നു. സംസ്കാരം പാറന്നൂർ സെന്റ് ജോസഫ് ദേവൽ സെമിത്തേരിയിൽ നടത്തി. എലിസബത്ത് ഭാര്യയും ഷീജ, ഷീന, ഷാജു എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതിയിൽ 7 മരണം. ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും ഉരുൾപൊട്ടൽ. 3 ജില്ലകളിൽ അടിയന്തര നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി. ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാകണം. മന്ത്രിമാർ ജില്ലകളിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി. കനത്ത മഴയിൽ ഗുരുവായൂർ ചാവക്കാട് മേഖലകളിൽ ശക്തമായ വെള്ളക്കെട്ട്. വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ലക്ഷങ്ങളുടെ നഷ്ടം. ഗുരുവായൂർ നഗരസഭയിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. മേഖലയിൽ പലയിടത്തും മരങ്ങൾ വീടുകൾക്ക് മുകളിലേക്ക് വീണ് നാശനഷ്ടങ്ങൾ. CCTV സാങ്കേതിക മികവിന്റെ പുതിയ അധ്യായത്തിലേക്ക്. കേരളത്തിലെ ആദ്യ MPLS സബ് ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന നേട്ടം സ്വന്തമാക്കി. ഔദ്യോഗിക പ്രഖ്യാപനം തിങ്കളാഴ്ച രാവിലെ 11-ന് ചുണ്ടൽ IMA ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ തിരുവോണ സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനവും 1.5 ലക്ഷം ബ്രോഡ്ബാൻഡ് വരിക്കാർ എന്ന അഭിമാന നേട്ടത്തിന്റെ പ്രഖ്യാപനവും നടക്കും. വിദ്യാർത്ഥിയെ ക്ലാസ് മുറിയിൽ വെച്ച് തല്ലിയ സംഭവത്തിൽ അധ്യാപകന് സസ്പെൻഷൻ. സ്കൂൾ അധികൃതരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറാണ് സസ്പെൻഡ് ചെയ്തത്. വരവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകൻ KS മണികണ്ഠനെതിരെയാണ് നടപടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.